ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്നൊരു ട്രാവൽ വീഡിയോൻ്റെ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അമ്പൂരി പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ കേട്ടോ കുഴപ്പം. അപ്പോൾ നമ്മൾ എന്തായാലും പുറപ്പെട്ടിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കുറച്ച് ദൂരം എത്താറായി കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം എത്താറായപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ദാഹിച്ച് നമ്മളൊരു കടയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ട് പയ്യേണ്ട പോയത്. അത്രയ്ക്ക് വെയിലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പൂരിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം എത്താറായപ്പോൾ തന്നെ നല്ല കാഴ്ചകൾ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസൊക്കെ. നമ്മൾ തമിഴ്നാട് ടച്ച് ചെയ്ത ഒരു ഫീലാട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ റോഡ് മാപ്പ് ഇട്ടാൽ പോയത്. മാപ്പ് ചതിച്ചു ഗൈസ്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുന്നിൻ്റെ മണ്ടയിലേക്ക് കൊണ്ട് നിർത്തിയായിരുന്നു. അങ്ങനെ വണ്ടിയെല്ലാം തിരിച്ചിറക്കി നമ്മൾ ഏകദേശം അവിടെ നിന്ന് തിരിച്ച് വന്ന് വേറൊരു വഴി കൂടെയാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടോ. അമ്പൂരി എത്താറായ ഒരു സീനറി ആട്ടോ ഇതൊക്കെ. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസ് തന്നെയാണ് അവിടെയൊക്കെ. പിന്നെ വീണ്ടും മാപ്പ് ചതിച്ചു. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഏകദേശം നമ്മളൊരു ആൻറ്റിയോടൊക്കെ ചോദിച്ച് നമ്മൾ ഏകദേശം അമ്പൂരിൻ്റെ പാലം കണ്ടുപിടിച്ച് എത്തി കേട്ടോ. ഇതാണ് ആ പാലം. പക്ഷേ വെള്ളങ്ങളൊക്കെ കുറവായിരുന്നു. സംഭവം വേനൽക്കാലമല്ലേ, അപ്പോൾ വെള്ളങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ താഴോട്ടൊക്കെ ഇറങ്ങി വീഡിയോസും ഫോട്ടോസും നല്ല രീതിക്ക് എടുത്തായിരുന്നു. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഓട്ടോയ്ക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ 2 ബൈക്ക് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ തമ്മിൽ ഇടിക്കും. അങ്ങനെ എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് അമ്പൂരി. ഒരിക്കലെങ്കിലും നിങ്ങൾ പോയിരിക്കണം. നിങ്ങൾ മാക്സിമം ആൾക്കാരും പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരംകാരും മിക്കപ്പോഴും പോകും. അങ്ങനെ നമ്മൾ ഈ ഒരു വഴി കൂടെ ആയിട്ട് താഴോട്ട് ഇറങ്ങിയത്. അപ്പം മഴക്കാലമാണെങ്കിൽ നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാണ് നമ്മൾ താഴോട്ടൊക്കെ ഇറങ്ങിയത്. പിന്നെ ആ പാലത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ ഒരു പോക്കൊക്കെ ആയിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നേരെ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ നടു പോർഷനിലൊന്നും വെള്ളമില്ല. അക്കരെ ഇക്കരെ കണക്ക് കുറച്ച് വെള്ളം അപ്പുറം ഇപ്പുറമൊക്കെ. പക്ഷെ നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിലും വലുതായിട്ട് ചൂടൊന്നുമില്ല. നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ആട്ടയൊക്കെ പോകുന്നുണ്ടപ്പോൾ കൊതിയായി, നമുക്ക് വണ്ടി ഓട്ടിക്കണമെന്ന് അങ്ങോട്ട്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ടൊക്കെ പോയായിരുന്നേ. അത് കഴിഞ്ഞ് വീണ്ടും ഈ പാലത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ 2 സൈഡും ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന നദിയാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പറഞ്ഞുതരാം ഏത് നദിയാണ് എന്തുമായിട്ട് ബന്ധിക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം നമ്മൾ താഴോട്ടൊക്കെ വീണ്ടും ഇറങ്ങി കുറേ നേരം ഇങ്ങനെ ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച്. അപ്പം ചെറിയ ചെറിയ കിളിയും ചീവീട് അങ്ങനെ അതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നു, നാച്ചുറൽ ആ ഒരു സൗണ്ട്. പിന്നെ നമ്മൾ നല്ല രീതിക്ക് കുറേ ഫോട്ടോസ് എടുത്താൽ, ഞാനെൻ്റെ ഫ്രണ്ടുമായിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ഓരോ ആംഗിളിൽ നിന്ന് ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം അവിടെ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച്, നല്ല വിശപ്പായി. അങ്ങനെ നേരെ നമ്മൾ ഹോട്ടലിൽ വന്ന് ഫുഡും കഴിച്ച് അവിടെ നിന്ന് തിരിച്ച് നേരെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ വീട്ടിൽ പോയി.